ഈ മന്ത്രം ഉപയോഗിച്ച് മോക്ഷത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മന്ത്രത്തോടൊപ്പം തന്നെ സംയമത ആചാരം സ്വീകരിച്ചാൽ സമാധി വിരളമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, എല്ലാവരുമില്ല. ഈ സംയമത ആചാരത്തിൻ്റെ വിദ്യയുടെ പേര് ഞാൻ പറയുന്നില്ല, അത് വിവാദമാവും. അപ്പോൾ അതിൽ എത്ര പേര് സമാധി ആകുന്നുണ്ടെന്ന് നോക്കിയാൽ സമാധി എന്നതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും. അപ്പോൾ ഈ മന്ത്രം ഉപയോഗിച്ച് അവിടെ സംയമത പ്രാണായാമം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിറ്റാച്ചിലേക്ക് പോകാൻ സാധിച്ചാൽ സമാധിയാകാം. പക്ഷേ അവൻ ഇരിക്കുന്ന സ്ഥലം കൂടി നോക്കണം. അവന് എന്തിനെക്കുറിച്ച് ധാരണ വന്നിട്ടാണ് യോഗം ചെയ്തത്. പ്രാണായാമം ഉണ്ട്, എന്തിനെക്കുറിച്ച് ധാരണ വന്നിട്ടാണ് യോഗം ചെയ്തത്, അവിടെ ആയിരിക്കും അവൻ ഉണ്ടാവുക. ശരീരബോധത്തിൽ നിന്ന് ഡിറ്റാച്ച് ആയിക്കൊണ്ട് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് രഹസ്യത്തിലാണ് ഇരുന്നത് എന്നുള്ളതിനാണ് പ്രാധാന്യം. ഇപ്പോൾ ഭൗതികത്തിലെ ഏതെങ്കിലും അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് മനനത്രാണ ഇതി മന്ത്ര ആണല്ലോ. അപ്പം മനനം ചെയ്ത എന്താണ്, അപ്പം മനനം ചെയ്തിരിക്കുന്ന എന്തിനെയാണ്, തൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടറിഞ്ഞ ഏതെങ്കിലും ഒന്നിലാണോ, അവിടെ പ്രാണനിലൂടെ കടന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബോധം തീർച്ചയായിട്ടും അതിലുണ്ടായിരിക്കും. ഇപ്പോൾ സമാധി 2 വിധമുണ്ട്. അതിൽ ഭൂതത്വത്തിൽ അന്തർലീനമായിരിക്കും, ഒരിക്കലും ബ്രഹ്മരഹസ്യത്തിലോട്ട് പോവില്ല. യഥാർത്ഥമായ ഒരു തത്വത്തിലേക്ക് പോകുമ്പോൾ ആ തത്വത്തെക്കുറിച്ച് നമ്മൾ പറയും. അപ്പോൾ മന്ത്രത്തെ ആശ്രയിച്ചാൽ പൂർണ്ണമായിട്ട് എല്ലാവർക്കും മോക്ഷം ഉണ്ടാകുന്നില്ല. മന്ത്രത്തെ ആശ്രയിക്കുന്ന ആധ്യാത്മികതയാണ്. അതായത് ആത്മീയതയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ആദ്യ പടിയാണ്. ആ ആദ്യ പടിയിൽ പ്രവേശിച്ച് ആ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവൻ ഏകാഗ്രനായി ശ്വാസത്തിൽ ഇരിക്കാൻ പഠിച്ച് അവൻ്റെ ആഗ്രഹങ്ങൾ അല്പം പൂർത്തിയായി കഴിഞ്ഞാൽ അതിലൂടെ അല്ല പോകേണ്ടത്, അടുത്ത തലത്തിലേക്ക് കടക്കണം. അതാണ് ഇന്നിവിടെ നടക്കാത്തത്. അടുത്ത തലത്തിലേക്ക് നിങ്ങൾ പോകുക തന്നെ വേണം. യഥാർത്ഥ യോഗവിദ്യ ചെയ്ത് കയറി പോകണം, എങ്കിലേ മോക്ഷത്തിലേക്ക് എത്തൂ. ഇല്ലെങ്കിൽ വീണ്ടും ശരീരം എടുത്തെടുത്ത് പോകും. അപ്പം മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നുള്ളതാണ്. മനസ്സിനെ പ്രാണായാമത്തിൽ ശ്വാസരൂപേണ തൻ്റെ ആഗ്രഹത്തെ അവിടെ അപ്ലൈ ചെയ്ത്, ബീജാക്ഷരം കൊണ്ട് അപ്ലൈ ചെയ്ത് തൻ്റെ ആഗ്രഹത്തെ അവിടെ സമന്വയിപ്പിച്ച് തന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ബ്രഹ്മത്തെ ബഹുമാനിച്ചും കൊണ്ട് ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് പ്രാണനിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ്.